അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തോക്ക സക്കാഫിന്റെ മനസ്സ് എത്ര ക്രൂര മനസ്സ് എന്നറിയണമെങ്കിൽ ഈ ക്ലിപ്പ് അവസാനം വരെ ഒന്ന് കേട്ടു നോക്കി, അപ്പൊ മനസ്സിലാവും. കണ്ണുപൊട്ടിയ മൗലവിമാരെ കൊണ്ടുവരണ്ട. മൗലവിമാരെ കൊണ്ടുവരുമ്പോ മൗലവിമാരെ കൊണ്ടുവരണം. കുറെ കണ്ണുപൊട്ടിനെ കൊണ്ടുവരുന്നു ഇവിടുത്തെ കേരളത്തിൽ നിന്ന്. ആ കണ്ണുപൊട്ടിയ മൗലവിമാരെ കൊണ്ടുവരണ്ട. പുറത്തത്തെ കണ്ണും പൊട്ടീന്, ഉള്ളത്തെ കണ്ണും പൊട്ടി, രണ്ട് കണ്ണും പൊട്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. അപ്പൊ ഞാൻ ഈ കേൾപ്പിച്ച ഖുർആനിലെ 80-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ആയത്താണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഇതിൽ മൊത്തം 42 ആയത്തുണ്ട് ഈ സൂറത്തിൽ. ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള ആയത്തിന്റെ വിശദീകരണത്തിന്റെ തഫ്സീറിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനെ പറ്റി, ഒരു സഹാബിയെ പറ്റിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബിയായിരുന്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ. കണ്ണ് കാണാത്ത ഒരു സഹാബിയെ പറ്റിയാണ് ഇതിന്റെ ഇറങ്ങാനുള്ള സന്ദർഭം, പശ്ചാത്തലം ഉണ്ടല്ലോ. അത് ഫത്ഹുർ റഹ്മാൻ ഫി തഫ്സീറുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച 5-ാം ഭാഗത്തിൽ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. ഇത് ഒരുപാട് പേജ്, 506 മുതലുള്ള പേജിൽ ഇയാൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തഫ്സീർ വളരെ വ്യക്തമായി അയാൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത ഒരു സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് തൗഹീദിനല്ലേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം തൗഹീദായിരുന്നല്ലോ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പ്രബോധനം നടത്തുമ്പോ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആരെല്ലാം ഉണ്ടായിരുന്നു ആ സദസ്സിൽ അറിയോ? അബൂജഹലുണ്ട്, ഉത്ബയുണ്ട്, ശൈബയുണ്ട്, വലീദ് ഇബ്നു മുഗീറ പോലെയുള്ള നേതാക്കന്മാർ, അതായത് മുശ്രിക്കുകളുടെ അന്നത്തെ നേതാക്കന്മാർക്ക് പ്രബോധനം ശക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഗാംഭീര്യമുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് ഈ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു 2 കണ്ണും കാണുന്നില്ല. അപ്പൊ കുറച്ചൊരു അവഗണന പോലെ തോന്നി. അവഗണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ട്? ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് കണ്ണ് കാണാത്തത് കൊണ്ടല്ല, അദ്ദേഹം ആ തൗഹീദിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് അത്തരം ഒരു പരിഗണന എടുക്കാതിരിക്കാൻ കാരണം, ആ തൗഹീദ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പ്രബോധനം ചെയ്യുന്ന ഒരു സന്ദർഭം. അങ്ങനെ അതാണെങ്കിൽ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് കണ്ണ് കാണുന്നില്ല, അറിയുന്നില്ല ആരാണ് ഉള്ളോട്, ആരെ മുമ്പിലാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്നത് അറിയുന്നില്ല. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. എന്തിനെ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പൊ ഇതിൽ ഒരുപാട് പഠിക്കണുണ്ട്. തോക്കൊക്കെ മുസ്ലിംമാർക്കും ഖുർആൻ അറിയില്ല. ഏതെങ്കിലും വലതു ഭാഗത്ത് എഴുതി വെച്ച കിതാബ് കൊണ്ടല്ലേ പരിഹസിക്കുന്നത്. ഞാൻ എന്തിനാ ഈ പറയുന്ന ഈ കഥ? ഇതിൽ ഒരുപാട് വിഷയമുണ്ട്. എത്രയോ പണ്ഡിതന്മാർ ഇങ്ങനെ അംഗവൈകല്യമുള്ള ആൾക്കാർ ഇന്നുണ്ട്. പൂർവികരായ ഇമാമിങ്ങള്, ഒരുപാട് സഹാബാക്കളെല്ലാം കടന്നു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അത് മാത്രമല്ലല്ലോ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കേണ്ട കുറെ സംഭവമുണ്ട്. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മാത്രമല്ല, പ്രഗത്ഭരായ ഒരുപാട് ഇമാമിങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗവൈകല്യം ഉണ്ടായിരുന്നു. അത് അവരെ തെറ്റൊന്നുമല്ല, അതിനെ പരിഹസിച്ച് നടക്കാനുള്ളതല്ല. തോക്കൊക്കെ എന്താ സംഭവിച്ചതറിയോ? ഇസ്ലാമിനെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്തപ്പോ ഇത്തരം വ്യക്തിഹത്യ ചെയ്യലാണ് ഉദ്ദേശം. വ്യക്തിഹത്യ ചെയ്തിട്ട് പരിഹസിച്ചിട്ട് അവരെ ഈ വായ ഊതിക്കെടുത്താന്നാണ് ഈ തോക്കന്റെ വിചാരം. അത് നടക്കല തോക്ക് സക്കാഫി. തഫ്സീർ പണ്ഡിതന്മാർ, തഫ്സീർ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കന്മാർ, ഒരുപാട് പണ്ഡിതന്മാരെ പേര് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അംഗവൈകല്യമുള്ള ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് ഇന്ന് ശാസ്ത്രം പോലും പറയുന്നവർക്ക് ബുദ്ധി കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചത് എങ്ങനെയെന്ന് അറിയണ്ടേ? ഒരു 2 ആൾക്കാരായിരുന്നു അവിടെ ബാങ്ക് കൊടുക്കാൻ, പ്രധാനപ്പെട്ട ആൾക്കാർ. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒരു ഡോർ സെപ്പറേറ്റ് മദീനയിൽ വെച്ചു. ഇന്നിപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്തുള്ള ഒരു ഡോറുണ്ട് മദീനത്തിൽ, ഇന്നും കാണാം.
പക്ഷെ പേരില്ല അവിടെ. ആ പേര് റൗള ഷരീഫിന്റെ അടുത്തുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തൊട്ടടുത്തുള്ളത് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ കയറുന്ന ഡോറായിരുന്നു. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ണു കാണാത്തത് കൊണ്ട് രാവിലത്തെ ഫസ്റ്റ് ബാങ്ക് കൊടുക്കലായിരുന്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ. ഇത് എന്തിനറിയാം ഈ ചരിത്രം വിശദീകരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് ചിലപ്പോൾ അറിയില്ല. ഇത്തരം സ്റ്റേജിൽ പബ്ലിക്കിൽ ഒരു വ്യക്തിയെ ഹത്യ ചെയ്യണമെങ്കിൽ ഇസ്ലാമിന്റെ ബാലപാഠം പോലെ അറിയാത്ത തോക്കനെ പോലത്തെ ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ പരിഹസിക്കാൻ പറ്റും. അല്ലാഹു പറയുന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും സൂറത്തുൽ ഹുജറാത്തിൽ 13-ാം ആയത്തിൽ കാണാം. അപ്പൊ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഈ ലോകത്ത് ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. കണ്ണു കാണാത്ത ആളുകൾ, കൈയില്ലാത്ത ആളുകൾ, നിങ്ങളെ സമസ്തയിൽപ്പെട്ട ഞാനൊന്നും പേര് പറഞ്ഞിട്ട് അവരൊന്നും തികഴ്ത്താനൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ അതിനാളല്ല. നിങ്ങൾ ഔലിയായി കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇത്ര അംഗവൈകല്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന ആളുകളിൽ അതിനെ പബ്ലിക്കിൽ പറഞ്ഞു നടക്കേണ്ടതാണ്. ഇതിന് എന്തിനാണ് ഈ വിഷയത്തിൽ ഞാൻ മറുപടി ആയിട്ട് വരുന്നത് അറിയോ? ഇതിന് ഈ സലഫി പണ്ഡിതന്മാരൊന്നും ഇത്തരം തരം താഴ്ന്ന വിഷയത്തിന് അവർ മറുപടി കൊടുക്കല. അതുകൊണ്ടാണ് ഇസ്ലാമികപരമായ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, ചരിത്രത്തിനെതിരെ, ഇമാമിങ്ങൾക്കെതിരെ, പ്രവാചകന്മാർക്കെതിരെ, അള്ളാഹുവിനെതിരെ ശബ്ദിച്ച ഈ ലോക സഖാഫിക്കും ശക്തമായിട്ട് മറുപടി കൊടുക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ സ്റ്റേജിലുണ്ട്. ഇത്തരം വൃത്തിയെ പിന്നെ മറുപടി കൊടുക്കാൻ ഞങ്ങളെ പണ്ഡിതന്മാരെ കിട്ടല. പണ്ഡിതമൊക്കെ പറഞ്ഞതുപോലെ മനസ്സിലായില്ല. ഇന്ന് ജീവിച്ചിട്ടിരിക്കുന്ന ആധുനിക പണ്ഡിതന്മാർ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? കണ്ണു കാണാത്ത ആളുകൾ, മിസ്റ്ററിൽ എത്ര ആൾക്കാരുണ്ട്? ചരിത്രം സൃഷ്ടിച്ച മുഫ്തി കഴിഞ്ഞ ഈ അടുത്ത് മരിച്ചു വഫാത്തായി പോയ ആലു ശൈഖ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ ആരായിരുന്നു? നിങ്ങൾ അംഗീകരിക്കില്ല, ആലു ശൈഖിനെ അംഗീകരിക്കില്ല, അത് വേറെ വിഷയമാണ്. ലോകം അംഗീകരിക്കും. നിങ്ങളെ തുക്കട സമസ്തക്കാർ മാത്രമല്ല അംഗീകരിക്കാത്ത കേരളത്തിൽ, നാട്ടിൽ മാത്രം. ഗൾഫിൽ പോയാൽ ഇപ്പൊ എത്ര ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹിന്റെ ഒക്കെ അവിടെ ചായ കുടിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ ഷെയ്ഖ് സുദൈസി, വഹാബികളല്ലേ സൗദിയിലുള്ള. അപ്പൊ പൈസ മുടങ്ങി നിങ്ങൾക്ക് വേണം. ഒരു മനുഷ്യനെ, ഒരു പണ്ഡിതനെ, ഒരു അള്ളാഹു കൊടുത്തൊരു അംഗവൈകല്യത്തിനെ പബ്ലിക്കിൽ പരിഹസിക്കുന്നതിന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി. ദീനി പഠിക്കുന്ന അർഹനാണോ ഈ മനുഷ്യന്റെ അടുത്ത്? അർഹതയുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കലാണ് നല്ലത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് വിശദീകരിക്കുന്ന ഒരു വിഷയം, ഒരു ഭാഗം ഒന്ന് കേട്ടിട്ടുണ്ട്. فاحذر من أن ينظر الله تعالى إلى قلبك فيجد فيه كبرا أو غرورا بحسب امرئ من الشر أن يحقر أخاه المسلم. أسأل الله تعالى أن ينفعنا وإياكم بما سمعنا وأن يعيدنا من الكبر والغرور وأن يجعلنا متواضعين منكسرين لله تعالى. തോക്കനെ സംബന്ധിച്ചിടത്തോളം തോക്ക ശരിയാവുന്നുള്ള ഒരു പ്രതീക്ഷ എനക്കില്ല. എന്താ പറയുക, അത്രയും തരികിട പരിപാടി ഒപ്പിക്കുന്ന തോക്ക സക്കാഫി, ദീനിനെ തകർക്കൊനി കച്ച കെട്ടിട്ട് ഇറങ്ങിയ തോക്ക സക്കാഫി എന്നതിൽ തർക്കമില്ല. ഒന്ന് തോക്ക, പിന്നൊന്ന് മമ്പാട് സക്കാഫി. അല്ല, നിങ്ങളെ പ്രഭാഷണം ഞങ്ങൾക്ക് ഏറ്റവും നല്ല ആവേശം. അൽഹംദുലില്ലാ, നിങ്ങൾ എനും പ്രസംഗിക്കൊനി പബ്ലിക്കിൽ പറഞ്ഞു. അപ്പൊ ജനങ്ങൾ തിരിച്ചറിയണു. ഇതുപോലെ നിങ്ങളെ വൈരുദ്ധ്യങ്ങളും നിങ്ങളെ പൊട്ടത്തരത്തിനെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കണു. അതുപോലെ ഇതിന് കിതാബിപരമായിട്ടുള്ള മറുപടി ഒരുപാട് ക്ലിപ്പ് തോക്കേണ്ടത് ഞാൻ എടുത്തു വെച്ചതിന് ഇൻഷാ അള്ളാ നേർക്ക് നേരെ ഉള്ള ഒരു മണ്ഡനം നടന്നുകൊണ്ടുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളെ ഇരുത്തന്റെ അടുത്ത് പണ്ഡിതന്മാർ ഇരുത്തുവാരി, അതിലൊരു തർക്കവും എനിക്കില്ല. അൽഹംദുലില്ലാ, നിങ്ങൾ എത്ര വന്നെങ്കിലും എത്ര നാട് ഗല്ലിൽ വന്നിട്ട് പ്രസംഗിച്ചും സലഫികളെ സംബന്ധിച്ചിടത്തോളം മാഷാ അല്ലാഹ് നല്ല സന്തോഷം ഉള്ളു. അതുകൊണ്ട് ഈ ഹദീസ് മുസ്ലിം എന്നുള്ള ഹദീസ് 2564 നമ്പർ ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസ്. ഒരു മുസ്ലിം സഹോദരനെ ഈ നീചനായി കാണുന്നത്, ഹീനമായി കാണുന്നത് ഒരു മനുഷ്യന് നല്ലതല്ല എന്ന്, ഹറാമാണ് അങ്ങനെ പറയല്, അങ്ങനെ കാണല്. പിന്നെ അവരെ അംഗവൈകല്യം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്ത സാധാരണക്കാർ പോലും ഉണ്ടാവില്ല. ഫസ്റ്റ് അന്തം വിട്ടുപോയി, എന്നെയാ ഏൽപ്പിക്കുന്ന നേതൃത്വത്തിന്, എന്തിന് ബാങ്ക് കൊടുക്കണി? അത് എവിടെയാ? ലോകത്തിന്റെ പള്ളി. ഏത് പള്ളി? കാബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് പിന്നെ ആ മക്കം ഫത്ഹിന്റെ കയറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശ പാരമ്പര്യത്തെ പിൻപറ്റിയ സലഫികളോട് ഈ തോക്ക സക്കാഫി വന്നിട്ട് ഒരു പണ്ഡിതന്റെ ചെറിയൊരു അംഗവൈകല്യത്തിനെ പരിഹസിക്കുന്നവന്റെ മാനസിക നില എത്ര ഉണ്ടെന്ന് സാധാരണക്കാർ മനസ്സിലാക്കുവാരി. അതുകൊണ്ട് ഞാൻ ഇത് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നില്ല. ഇനി അതുപോലെ
ഒരുപാട് പണ്ഡിതന്മാർക്ക് അങ്ങനെ അംഗവൈകല്യം ഉണ്ടായ ആളില്ലേ? ചിലപ്പോ അങ്ങനെ ആക്കും, ചിലപ്പോ ഇല്ലെങ്കിൽ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ? മനുഷ്യന്മാരെ നല്ല രൂപത്തിൽ തന്നെ ഞാൻ പടച്ചിനെ. ചിലപ്പോ അവര് പരീക്ഷണമല്ല, അംഗവൈകല്യം വരുത്തൽ പരീക്ഷ. എത്ര ആൾക്കാർ ഇമാമിങ്ങളില്ലേ, സഹാബാക്കളിൽപ്പെട്ട എത്ര ആൾക്കാരുണ്ടായാലും. എനിക്ക് തോന്നുന്നു ഇമാം തിർമദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം തിർമദി ആയിരിക്കും. അവസാനം എന്തായി? കണ്ണ് കാണാതായിട്ട് എത്ര ഹദീസ് ഗ്രന്ഥം രചിച്ചു. എത്ര ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നില്ലേ? തഫ്സീറിന്റെ വ്യാഖ്യാതാക്കള് ഇതുമായി ബന്ധപ്പെട്ട ഈ 80-ാം അധ്യായത്തിലെ സൂറത്ത് അബസയിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തിനെ വിശദീകരിച്ചിട്ട് എത്ര പണ്ഡിതന്മാർ എല്ലാ ചരിത്രം എടുത്തിട്ടില്ലേ? അത് മാത്രമല്ല, വിജ്ഞാനികൾ, ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് ബുദ്ധി അംഗവൈകല്യം, അതല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് ബുദ്ധി കൂടുതലെന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കി ഞങ്ങൾ അനുഭവിച്ചോണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഷാർജയിൽ ഒരു പള്ളിയിൽ ഒന്നല്ല, ഒരുപാട് പള്ളിയിൽ കണ്ണ് കാണാത്ത വലിയ പണ്ഡിതന്മാർ, ഔക്കാഫ് നിശ്ചയിച്ച പണ്ഡിതന്മാർ ഒരാളെ കൈ പിടിച്ചിട്ട് ആ പണ്ഡിതന് റൂമിലൊക്കെ പുരക്ക് കൊണ്ടാക്കുന്നത് എന്റെ കണ്ണിന്റെ മുമ്പിൽ എത്രയോ വക്തിന് ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ കുറെ ഇമാമിങ്ങളൊപ്പം പിന്നിൽ നിന്നാണ്. ഈ അടുത്ത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പള്ളിയുണ്ട്, ഇന്നും മാഷാ അല്ലാഹ് ഒരു ഇവിടുത്തെ മിഷറിന്റെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നു ഇമാം എന്റെ എത്ര ബഹുമാന ആദരവാണ് ഇവിടുത്തെ ഔക്കാഫ് കൊടുക്കുന്നവർക്ക്, അംഗവൈകല്യമുള്ള ആൾക്കാർക്ക്. ഈ അടുത്ത് കഴിഞ്ഞു പോയി എത്ര സൗദി പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കൂല, അത് വേറെ കാര്യം. നിങ്ങൾ കേരളത്തിൽ എത്ര ആള് ഔലിയ ഔക്കാഫന്മാരുണ്ട്. അപ്പൊ ഇതെല്ലാം പരിഹസിച്ചിട്ടുണ്ടല്ല ഈ റഹ്മാന് നടക്കേണ്ട തോക്ക സക്കാഫി. അതുകൊണ്ട് അവസാനം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ആയത്തും അതിന്റെ അർത്ഥം ഒന്ന് കേട്ട് നോക്കി, പിന്നെ ലാസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ അയച്ചുതരാം. അധ്യായം 80. അബസ, മക്കയിൽ അവതരിച്ചത്. അബസ എന്നാൽ മുഖം ചുളിച്ചു എന്നർത്ഥം. ചില പ്രമുഖരുമായി നബി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഒരു അന്ധനായ അനുചരൻ ആ സദസ്സിൽ ചെന്നപ്പോൾ അവിടുന്ന് മുഖം ചുളിച്ച് അനിഷ്ടം പ്രകടിപ്പിച്ചത് ഉചിതമായില്ലെന്ന് 1 മുതൽ 10 കൂടിയുള്ള വചനങ്ങളിൽ ഉണർത്തിയിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. നബി മുഖം ചുളിച്ചു തിരിഞ്ഞുകളഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ. നബിയെ, നിനക്കെന്തറിയാം, ആ അന്ധൻ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം? എന്നാൽ അല്ലാഹുവെ ഭയപ്പെടുന്നവനായിക്കൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ, അവന്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു. നിസ്സംശയം ഈ ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു തീർച്ച. ഇനി തോക്ക സക്കാഫിയും തോക്കന്റെ അനുയായികളെടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഞങ്ങളെ പണ്ഡിതന്മാർ ഈ ഇത്തരം വൃത്തികേടിന് അംഗവൈകല്യത്തിനെതിരെ പബ്ലിക്കലി പരിഹസിച്ച അപമാനിച്ച ഈ തോക്കയും തോക്കന്റെ അനുയായികളും സന്തോഷിക്കുന്ന കൊട്ടിഘോഷിക്കുന്ന ആളുകൾക്ക് സമർപ്പിക്കാനുള്ളത്, തോക്കന്റെ പബ്ലിക്കലി പ്രസംഗിച്ച ഒരു പ്രസംഗം അത് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഫിറ്റ് ആണോ അല്ലേ എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടു നോക്കണം. മാമിനൽ ഉസൂബി അൻ തുജീബൽ കിലാബ്. അതാ സിംഹിങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ നിന്ന് കാണുന്ന പട്ടികള് നായ്ക്കള് കുരക്കാറുണ്ടല്ലോ.
ആ കുരക്കുന്ന നായികൾക്ക് സിംഹം മറുപടി കൊടുക്കാറില്ലല്ലോ. അതുകൊണ്ട് നീ പട്ടിയാണോ, നീ നായിയാണ്, കുരക്കുന്ന നായിയാണോ?